ഹായ് എല്ലാ മലയാളികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണ ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ തുടങ്ങാം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മലയാളികളോട് ഓണാശംസകൾ നേരുന്ന ഒരു വീഡിയോയോടുകൂടി ആവട്ടെ തുടക്കം. ഓണക്കാലം വന്നെത്തിയിരിക്കുകയാണ്. നമ്മുടെ ഐതിഹ്യമനുസരിച്ച് മാവേലി മന്നൻ തൻ്റെ പ്രജകളെ കാണാൻ കേരളത്തിലേക്ക് എത്തുകയാണ്. മനുഷ്യരെല്ലാവരും ആഹ്ലാദത്തിലാണ്. ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ബന്ധുക്കളോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം കുടുംബാംഗങ്ങളോടൊപ്പം എല്ലാവരും ഒരുമിച്ച് ചേരുന്ന അതിമനോഹരമായ ഒരാഘോഷമാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഓണാഘോഷം. ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ്. ഈ ഓണാഘോഷവും അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്കതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിലെ എല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ചെയ്യും. മലയാളികൾ മുഴുവൻ ആഹ്ലാദത്തോടുകൂടി ഓണം കൊണ്ടാടുന്ന ഈ വേളയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുമ്പോൾ പോലും ചിരിയാണ് വരുന്നത്. കാരണം ഇന്ന് പോലും പ്രതിപക്ഷത്തിന്റെ ഓണത്തിനെ കുറിച്ചുള്ള കരച്ചിൽ കാണുമ്പോൾ സത്യം പറയാമല്ലോ, കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ആവറേജ് സന്തോഷത്തിൽ തന്നെയാണ് ഓണം കൊണ്ടാടുന്നതെന്ന് ഒരു സംശയവും ഇല്ലാതെ പറയാം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഈ പ്രാവശ്യത്തെ സർക്കാരിന്റെ ഓണം ഗംഭീരമാക്കാനുള്ള നടപടി ഒരളവ് വരെ വൻ വിജയമായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഈ സർക്കാർ അധികാരത്തിലേറി തങ്ങളുടെ ഭരണം ജനങ്ങളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാൻ വേണ്ടി UDF സർക്കാർ മാക്സിമം തങ്ങളാലാകുന്നത് ചെയ്തു എന്ന് തന്നെ പൊതുജനത്തിന് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. ഇതിന് ഘടകവിരുദ്ധമായിട്ട് വി.ഡി. സതീശന്റെ ഈ ഭരണം കണ്ട് ഒരാവശ്യവുമില്ലാതെ പബ്ലിക്കിൻ്റെ ഇന്ന് തെരുവിളി കേട്ട് എന്നും വിമർശനങ്ങൾ നടത്തുന്ന ഇടതുപക്ഷത്തിന്റെ കാര്യമാണ് കഷ്ടം. ഓണം വിലക്കയറി മുടിഞ്ഞുപോയി എന്നാണ് CPMന്റെ ഓണാഘോഷത്തിനെ കുറിച്ചുള്ള അഭിപ്രായം. അത് ഞാൻ പറയേണ്ടതില്ല. പൊതുവെ എല്ലാ പോസ്റ്റുകളിലും ഇടതുപക്ഷ നേതാക്കൾ മുഴുവൻ കുത്തിയിരുന്ന് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴും ജനം ആഹ്ലാദ ചിത്തരാണ്, ഒരു സംശയവുമില്ല. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും അടിപൊളി ഒരാണം ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഈ ഭരണവും ഈ ഓണാഘോഷവും ഇങ്ങനെ തന്നെ കേരളത്തിൽ കണ്ടിന്യൂ ചെയ്യട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.